വെൽക്കം ടു അല്ലീസ് കിച്ചൺ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് മസാലയാണ്. അതിനായിട്ട് വേണ്ടത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്, പിന്നെ ഒരു വലിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് തക്കാളി, പച്ചമുളക്, കറി ലീവ്സ്. ഇതൊരു 250 ഗ്രാം ഗ്രീൻ പീസാണുള്ളത്. പിന്നെ വേണ്ടത് തേങ്ങ, പിന്നെ അതിൻ്റെ മസാലകളാണ്. അതിനകത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ വലിയ ജീരകം പൊടിച്ചത്. ഇത്രയുമാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗ്രീൻ പീസിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലോട്ട് ഗ്രീൻ പീസ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഒരു 3 വിസിലടുപ്പിക്കുമ്പോഴത്തേനും നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ അതിൻ്റെ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ അതിനോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച്. പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുകിനെ പൊട്ടിക്കാം. നമ്മുടെ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതൊരു ശകലം എടുത്താൽ മതി, ചോപ്പ് ചെയ്തത്. പിന്നെ നമ്മുടെ പച്ചമുളക് എരിവിനനുസരിച്ച്, പിന്നെ കറി ലീവ്സ്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റി ആ തക്കാളിയെല്ലാം നമുക്കൊന്ന് വാടി കിട്ടണം. നിങ്ങളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ കറി ലീവ്സ് കുറച്ച് ഇതായിരിക്കുന്നത്, കുറച്ച് ഫ്രീസായിപ്പോയി അതിനകത്തിരുന്ന്. പിന്നെ അതിന് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ നമ്മൾ ജസ്റ്റ് മസാല നമ്മൾ ഡയറക്റ്റ് ചേർക്കുവാണ്. അതുകൊണ്ട് നമ്മൾ തേങ്ങ മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നാൽ പ്ലെയിനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് മസാലക്കൂട്ടുകൾ ചേർക്കാം. നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ തീ കുറച്ച് വെക്കാൻ മറക്കല്ല, അല്ലെങ്കിൽ നമ്മുടെ മസാലകളെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കറിയുടെ ടേസ്റ്റ് നല്ലതാവത്തില്ല. സോ അത് കരിഞ്ഞ ചുവ വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ മസാല. നിങ്ങൾക്ക് ഉപ്പും കൂടെ ഇച്ചിരി ശകലം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നമ്മുടെ ചാറിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം 3 വിസിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് മസാല ഞാൻ ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മസാലയെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിനകത്തോട്ട് ഗ്രീൻ പീസിനെയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത്